ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇത് കണ്ടോ, ഈ ബ്രേക്ക് ഫ്ലൂയിഡ് കണ്ടോ, ഇത് .4 ആണ്. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ദിസ് പ്രൊഡക്റ്റ് കണ്ടെയ്ൻസ് പോളി ആൽക്കലൈൻ ഗ്ലൈക്കോൾ ഈതേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് പൊതുവെ ഒരു 4 ടൈപ്പാണ് പറയുന്നത്. .3, .4, .5, .5.1 എന്ന് പറഞ്ഞത്. ഇതിനകത്ത് .3യും .4ഉം ആണ് നമ്മൾ സാധാരണ റോഡ് വണ്ടികളിലെല്ലാം കാണാറുള്ളത്. .3 എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറഞ്ഞ ബ്രേക്ക് ഫ്ലൂയിഡാണ് .3. .4 അതിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടിയത്. അങ്ങനെ ബോയിലിംഗ് പോയിന്റ് അതിനേക്കാളും കൂടിയാണ് 5ഉം 5.1. അപ്പോൾ ഇതെല്ലാം പലതരം സാധനമാണ്. ഇതിനകത്ത് കൂടുതലും ഗ്ലൈക്കോൾ ബേസ്ഡ് അല്ല. .3, .4 ഒക്കെ എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോൾ ബേസ്ഡ് ആയിട്ടുള്ള ബ്രേക്ക് ഫ്ലൂയിഡുകളാണ്. ഗ്ലൈക്കോൾ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന സാധനത്ത് ആഡ് ചെയ്തേക്കുന്ന ഈ ബ്രേക്ക് ഫ്ലൂയിഡിന് ബോയിലിംഗ് പോയിന്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ ബോയിലിംഗ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തിളയ്ക്കുന്ന ഒരു പോയിന്റിനെയാണ്, ഒരു ടെമ്പറേച്ചറിനെ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ തിളയ്ക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് എന്ന് പറയുന്ന സാധനം അതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഊർജ്ജം, ഈ ട്രാവൽ ചെയ്യുന്നതിന് ഈ കൈനറ്റിക് എനർജി ഉണ്ടല്ലോ, ആ എനർജിയെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്നത്. ബ്രേക്ക് എങ്ങനെയാണ് വണ്ടിയുടെ വേഗം കുറയ്ക്കുന്നത് വെച്ചാൽ നമ്മുടെ വണ്ടിക്കുള്ള ഗതികോർജ്ജം, ആ വണ്ടി ഓടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയൊരു കൈനറ്റിക് എനർജിയെ ഹീറ്റായിട്ട് ചൂടായിട്ട് കൺവേർട്ട് ചെയ്യണം. ഫ്രിക്ഷൻ ഉപയോഗിച്ച് ഹീറ്റായിട്ട് ആ എനർജിയെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം ഈ ബ്രേക്കിംഗ് എത്രത്തോളം ശക്തിയായിട്ട് ചെയ്യുന്ന അത്ര ഹീറ്റ് അവിടെ ജനറേറ്റ് ആകുന്നുണ്ട്. ആ ഹീറ്റ് ഈ പറയുന്ന ബ്രേക്ക് ഫ്ലൂയിഡിനെ തിളപ്പിക്കും. അപ്പം ആ ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഗ്ലൈക്കോൾ ആഡ് ചെയ്തേക്കുന്നത്. ഈ ഗ്ലൈക്കോളിൻ്റെ തന്നെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലൈക്കോൾ ആഡ് ചെയ്തേക്കുന്ന ഇത്തരം ബ്രേക്ക് ഫ്ലൂയിഡുകളെല്ലാം ഹൈഗ്രോസ്കോപ്പിക് ആണ്. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇതുപോലുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ 2 വർഷത്തിലൊരിക്കലാണ് ഈ സാധനം റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇത് മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മുകളിലത്തെ റിസർവോറിൻ്റെ ക്യാപ്പ് തുറക്കും, അതിനകത്തുള്ള ഫ്ലൂയിഡ് എടുത്ത് മാറ്റി കുറച്ച് ഫ്ലൂയിഡ് ഒഴിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഫുള്ള് ബ്രേക്ക് സിസ്റ്റം ബ്ലീഡ് ചെയ്ത് ഫ്ലഷ് ചെയ്ത് കളഞ്ഞ് പുതിയ ഫ്ലൂയിഡ് കയറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കയറ്റിയില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ വണ്ടിയുടെ സിറ്റുവേഷനിൽ കാണിച്ചു തരാം. ഈ വണ്ടി ജനറൽ സർവീസിന് വന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് ഭൂരിഭാഗം വരുന്ന ബ്രേക്ക് സർവീസ് ചെയ്യാൻ വരുന്ന എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ കാലിപ്പറിൻ്റെ ഏറ്റവും താഴത്തെ ചേമ്പറിനകത്ത് 2 പിസ്റ്റൺ ആണെങ്കിൽ ആ താഴത്തെ പിസ്റ്റൻ്റെ ആ ഒരു ചേമ്പറിനകത്ത് ഈ സ്ലഡ്ജ് ഇങ്ങനെ വന്ന് കെട്ടിക്കിടക്കും. സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് മാറാതെ സമയത്ത് റീപ്ലേസ് ചെയ്യാതെ ഉപയോഗിച്ച് സ്ലഡ്ജ് വന്നിട്ട് അടിഞ്ഞു കിടക്കുന്നതാണ്. അപ്പം ഈ സാധനം 2 വർഷത്തിലൊരിക്കലും മാറാനാണ് പറയുന്നത്. പക്ഷേ ഞാൻ വർഷത്തിലൊരിക്കലാണ് ഇത് മാറുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപയോഗം കൂടുതലാണ്. അതുകൊണ്ട് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കളർ മാറാൻ കാത്തിരിക്കില്ല. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് അഴുക്കായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇത് ഹൈഗ്രോസ്കോപ്പിക് ആണ് ഞാൻ പറഞ്ഞു. ഇത് മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ലൈൻസിനും ഇതിനകത്തുള്ള കാര്യങ്ങൾക്ക് തുരുമ്പ് കയറും. ABS ഉള്ള വണ്ടിയാണെങ്കിൽ ABSന് ഡാമേജ് ഉണ്ടാവും. ഇതൊക്കെയാണ് അതിൻ്റെ സംഭവം. അപ്പം വളരെ ശ്രദ്ധിക്കുക. ഇത് .4 എന്ന് പറയുന്ന സാധനം .3യേക്കാളും കൂടുതൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് സമയത്ത് മാറ്റുക. ഇത് സമയത്ത് മാറ്റിക്കഴിഞ്ഞാൽ നല്ലപോലെ പൈസ ലാഭിക്കാം. നിങ്ങൾ കൃത്യമായിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ എന്നാ പറ്റാൻ പോകുന്നത് വെച്ചാൽ നിങ്ങളുടെ മാസ്റ്റർ സിലിണ്ടർ ഡാമേജ് ആകാം, കാലിപ്പറിൻ്റെ സീലും പിസ്റ്റണും എല്ലാം വീണ്ടും മാറിയിടേണ്ടി വരും. അങ്ങനെ ബ്രേക്ക് സർവീസ് വേണ്ടി വരും. പിന്നെയെന്ന് പറയുന്നത് ഈ വെള്ളം ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു പോകും ബ്രേക്ക് ഫ്ലൂയിഡിനെ. അങ്ങനെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സാധനം തിളയ്ക്കും. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് തിളച്ചിട്ട് എന്നാ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങളുടെ ബ്രേക്ക് ജാം ആകുക, ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞിട്ട് റിലീസായി പോകാത്ത സിറ്റുവേഷനൊക്കെ വരും. മാത്രമല്ല ബ്രേക്ക് ലോഡായിട്ടിരുന്ന്